നമസ്കാരം. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്നൊരു ചൊല്ലുണ്ട്. അതാണിപ്പോൾ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി. പിന്നിൽ നിൽക്കുന്നവർ വെറും നോക്കുകുത്തികളായി മാറിയിട്ട് കാലം കുറെയായി. പാർട്ടിയിൽ നിൽക്കണം എന്നതുകൊണ്ട് മാത്രം നിന്നു പോകുന്ന കുറെ പേർ, പദവി വേണമെന്ന് ആഗ്രഹിച്ചെത്തുന്ന കുറെ പേർ, പദവി കിട്ടാത്തതിൽ കെറിവിച്ചു പോകുന്ന വേറെ ചിലർ. ഇതാണ് കോൺഗ്രസിന്റെ നിലവിലെ അവസ്ഥ. വാഴ എന്നൊക്കെ വിളിച്ചാൽ വാഴയ്ക്ക് നാണം വരും. കാരണം അതിന്റെ എല്ലാ ഭാഗത്തിനും ഗുണമുണ്ട്. ഇത് കോൺഗ്രസ് എന്ന ബാനറിന് പിന്നിൽ നിൽക്കുന്ന ഒന്നിനെ കൊണ്ടുപോലും മുതിർന്ന നേതാക്കൾക്ക് മരുന്നിന് പോലും കൊള്ളില്ല. KPCC ഭാരവാഹികൾ നിർജീവം എന്നാണ് അതിന്റെ മേൽഘടകത്തിന്റെ കണ്ടെത്തൽ. അണികളെല്ലാം നിർഗുണ പരബ്രഹ്മമാണ് എന്ന് പറഞ്ഞത് AICC ആണ്. ഭൂരിഭാഗം DCC അധ്യക്ഷന്മാരെയും മാറ്റണമെന്നും AICC പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. AICC സെക്രട്ടറിമാരുടെ റിപ്പോർട്ടിലാണ് KPCC നിർജീവമാണെന്നും നിർഗുണന്മാരെ പിരിച്ചുവിടണമെന്നും നിർദ്ദേശിച്ചിരിക്കുന്നത്. വിശ്വനാഥ പെരുമാളും VV മോഹനും നൽകിയ റിപ്പോർട്ടിലാണ് KPCC നിർജീവമാണെന്ന പരാമർശമുള്ളത്. 20-ൽ അധികം ഭാരവാഹികളെ മാറ്റണമെന്നും റിപ്പോർട്ടിലുണ്ട്. എറണാകുളം, മലപ്പുറം, കണ്ണൂർ എന്നീ ജില്ലകളിൽ ഒഴികെ ബാക്കിയുള്ള ജില്ലകളിലെ അധ്യക്ഷന്മാരെ മാറ്റുന്ന കാര്യത്തിലും ഉടൻ തീരുമാനമാകും. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉടൻ KPCC പുനഃസംഘടിപ്പിക്കാനും ആലോചനയുണ്ട്. പുനഃസംഘടന എന്നൊക്കെ പറയാമെങ്കിലും ഈ മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസിന്റെ സമുന്നത നേതാക്കൾ. പക്ഷേ നേതാക്കളുടെ തമ്മിലടി ഇതിന് ആദ്യം തീരണ്ടേ? KPCC ഒന്ന് ഉടച്ചു വാർത്താൽ എല്ലാം ശരിയാകുമെന്ന പ്രതീക്ഷയിലാണ് AICC. പക്ഷേ KPCC പ്രസിഡന്റ് K സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഒന്ന് ഒരുമിച്ച് നിൽക്കണ്ടേ? എല്ലാ കാര്യത്തിലും രണ്ടും കൂടി ചുമ്മാ അങ്ങ് തർക്കിക്കും. പതിവ് പോലെ ഇക്കാര്യത്തിലും രണ്ടും രണ്ടു തട്ടിലാണ്. KPCC പുനഃസംഘാടനത്തിൽ തടയപ്പെട്ടാൽ പ്രതിഷേധിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഗ്രൂപ്പുകൾ. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് KPCC ശക്തിപ്പെടുത്താനാണ് പുനഃസംഘടനത്തിന് ശ്രമിക്കുന്നത്. ഇതൊക്കെ പറയുമ്പോൾ ചാണകക്കുഴിയിൽ നിന്ന് പദവി മോഹിച്ചെത്തിയ പാവം സന്ദീപ് വാര്യരുടെ കാര്യമാണ് കഷ്ടം. ഇല്ലത്ത് നിന്ന് ഇറങ്ങിയതുമില്ല, അമ്മാത്തേക്ക് ഒട്ട് എത്തിയതുമില്ല എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ പുള്ളി. ഇവിടെയുള്ളവർക്ക് തന്നെ നല്ലൊരു പദവിയില്ല. 2 ദിവസം കൂടി കഴിഞ്ഞാൽ സന്ദീപ് W എന്ന പാർട്ടി ഉണ്ടാക്കി അതിന്റെ നേതാവാകുന്നതായിരിക്കും അദ്ദേഹത്തിന് നല്ലത്.